ജൂൺ 3 ഈസ്റ്ററിൻ്റെ 7-ാം ആഴ്ചയിലെ ചൊവ്വാഴ്ച. യോഹന്നാൻ 17:1-11 വരെ വാക്യങ്ങൾ. കോവിഡ് ആരംഭിച്ചതിന് ശേഷം റെവലേഷൻ മീഡിയയുടെ ചീഫ് ഓഫ് സ്റ്റാഫിൻ്റെ ഭാര്യ ഷോപ്പിംഗ് നടത്തുമ്പോഴും വീട്ടിൽ അറ്റകുറ്റപ്പണികൾക്ക് ആളുകൾ വരുമ്പോഴും വൈകുന്നേരം പോകുമ്പോഴും വിവിധ പരിപാടികളിലുമായി 1700-ലധികം ആത്മീയ സംഭാഷണങ്ങൾക്ക് തുടക്കമിട്ടു. 86 രാജ്യങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുമായി അവർ സുവിശേഷം പങ്കുവച്ചിട്ടുണ്ട്. ഓരോ തവണയും അവർ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവർക്ക് ജീസസ് DVD കൂടാതെ യേശുവിനെ ഓൺലൈനിൽ സൗജന്യമായി കാണുന്നതിന് QR കോഡുള്ള ജീസസ് ഫിലിം ഗിഫ്റ്റ് കാർഡ്, പിന്നെ ഒരു സുവിശേഷ ലഘുലേഖ എന്നിവ നൽകുന്നു. അങ്ങനെ 1700-ലധികം ഗിഫ്റ്റ് കാർഡുകളും DVDകളും വിതരണം ചെയ്തിട്ടുണ്ട്. കൊച്ചു കുട്ടികളുള്ള അമ്മമാരോട് സംസാരിക്കുന്നത് അവൾ ആസ്വദിക്കുന്നു. യേശുവിൻ്റെ യഥാർത്ഥ കഥ കാണാൻ ഒരു ഗിഫ്റ്റ് കാർഡ് ലഭിക്കുന്നത് കുട്ടികൾക്കും ആസ്വാദ്യകരമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നു, നീ എനിക്ക് തന്നവർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. എത്ര ശക്തമായ അത്ഭുതകരമായ സമ്മാനമാണ് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയത്. ഒരു നിമിഷം നമ്മുടെ ബാല്യകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. ദൈവത്തെയും യേശുവിനെയും മാതാവിനെയും നമ്മളെ പരിചയപ്പെടുത്തിയത് ആരായിരുന്നു? നമ്മുടെ മാതാപിതാക്കളായിരുന്നോ, അതോ ഇടവകയിലെ പുരോഹിതന്മാരോ, സ്കൂളിലെ സിസ്റ്റേഴ്സോ, അധ്യാപകരോ ആയിരുന്നോ അത്? പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ ദൈവം നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടതായി തോന്നിയിട്ടുണ്ടോ? ഒരുപക്ഷെ ഇതെല്ലാം ആയിരിക്കാം ദൈവ സാന്നിധ്യം നമ്മിൽ ഉണർത്തിയത്. ഇന്ന് നമുക്കുള്ള ചോദ്യം ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് യേശുവിൻ്റെ നാമം മറ്റുള്ളവർക്ക് നമ്മൾ വെളിപ്പെടുത്തുന്നത്? നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള യേശുവിൻ്റെ സ്നേഹം, അനുകമ്പ, ഉദാരത ഇവ മറ്റുള്ളവരോട് പങ്കിടാൻ നമ്മൾ എങ്ങനെയാണ് ശ്രമിക്കുന്നത്? അത് ദൈനംദിന ജീവിതത്തിലെ ലളിതവും ആവർത്തിച്ചുള്ളതുമായ പ്രവൃത്തികളിലൂടെയോ ബുദ്ധിമുട്ടുള്ള ഒരാളെ സമീപിക്കുന്നതിലൂടെയോ ആകാം. മറ്റുള്ളവരുമായി യേശുവിൻ്റെ സ്നേഹവും കരുതലും പങ്കിടാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ അവർക്ക് യേശുവിനെ അറിയിക്കുകയാണ്. ആരാണ് നിങ്ങൾക്ക് യേശുവിനെ അറിയിക്കുന്നത്? അവർ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ആരാണെന്ന അവരുടെ കരുതലും വിലമതിപ്പും കൊണ്ടാണോ അത് ഒരു റെസ്പെക്റ്റ്? നിങ്ങളുടെ ദിവസം പ്രകാശമാനമാക്കാൻ അവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുന്ന നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ചെറുതും എന്നാൽ അത്ഭുതകരമായ സമ്മാനങ്ങളെക്കുറിച്ച് ഓർമ്മിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. മറ്റുള്ളവർ വഴി ദൈവം നമുക്ക് നൽകിയ നന്മയ്ക്കും സ്നേഹത്തിനും നന്ദി പറയുക. അത് യേശുവിൻ്റെ സ്നേഹത്തിനും നന്മയ്ക്കുമുള്ള നന്ദിയാണ്. ഇതുപോലെ നമ്മളുടെ ഭാഗത്ത് നിന്ന് മറ്റുള്ളവർക്കും യേശുവിനെ പകർന്നു കൊടുക്കുക. ആ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ഒത്തിരി സന്തോഷത്തോടെ
സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.